ഹലോ, വെൽക്കം ബാക്ക് ടു താഷിൻസ് കോർണർ. എല്ലാവർക്കും താഷിൻസ് കോർണറിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററായ ദി സ്നേക്ക് ഇൻ ദ ഗ്രാസ് ആണ് നോക്കാൻ പോകുന്നത്. ഇതൊരു കഥയാണ്. എഴുതിയിരിക്കുന്നത് RK നാരായൺ. RK നാരായണനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ഹീസ് എ വെൽ നോൺ ഇന്ത്യൻ റൈറ്റർ ഇൻ ഇംഗ്ലീഷിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ഉള്ള കഥകളൊക്കെ എഴുതിയിട്ടുള്ള ഒരുപാട് നല്ല നല്ല റൈറ്റേഴ്സിൽ ഒരാളാണ് RK നാരായൺ. ആൻഡ് ഹി റോട്ട് സെവറൽ നോവൽസ് ആൻഡ് ഷോർട്ട് സ്റ്റോറീസ് ദാറ്റ് വോൺ ഹിം മെനി അവാർഡ്സ്. യെസ്, ഒരുപാട് അവാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട് RK നാരായണന്. ദേ ഡീൽ വിത്ത് ദ പെക്യുലാരിറ്റീസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് ആൻഡ് ദ റിയാലിറ്റീസ് ഓഫ് ഇന്ത്യൻ ലൈഫ്. യെസ്, ഇന്ത്യൻ പശ്ചാത്തലത്തിലാണ് ഒരുപാട് കഥകൾ ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആൻഡ് മോസ്റ്റ് ഓഫ് ഹിസ് നോവൽസ് ആർ സെറ്റ് ഇൻ ദ ഇമാജിനറി സൗത്ത് ഇന്ത്യൻ ടൗൺ ഓഫ് മാൽഗുഡി. യെസ്, മാൽഗുഡി എന്ന് പറയുന്ന ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു വില്ലേജ് ഉണ്ട്. ആ ഒരു വില്ലേജിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് നോവൽസ്. അപ്പോൾ RK നാരായണനെ കുറിച്ച് ഇനിയും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർക്ക്സും ഒക്കെ എടുത്ത് വായിക്കുക. അപ്പോൾ മനസ്സിലാവും അദ്ദേഹം എത്തരത്തിലുള്ള ഒരു ആളാണ്, എത്തരത്തിലുള്ള കഥകളാണ് എഴുതിയിട്ടുള്ളത് എന്നൊക്കെ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ആ ഹെഡിങ് കൊടുത്തിരിക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് വായിക്കാനുണ്ട്, നമുക്ക് നോക്കാം. നേച്ചർ അബൗണ്ട്സ് വിത്ത് പ്ലാന്റ്സ്, ട്രീസ്, ബേർഡ്സ്, ഇൻസെക്ട്സ്, ആനിമൽസ് എക്സെട്ര. Aren't the animals and birds also the inheritors of the earth like us? Don't they have the right to live on this earth as we have? If you find a snake in your garden or premises, what will you do? Here is an interesting story. Read on. Yes, മനുഷ്യന്മാർക്ക് മാത്രമാണ് ഭൂമിയിൽ ജീവിക്കാൻ അവകാശം എന്നൊരു തോന്നൽ ചിലർ മനുഷ്യർക്കെങ്കിലും ഉണ്ട് അല്ലേ? അപ്പോൾ അത്തരം ഒരു ചിന്താഗതിയെ മാറ്റിമറിച്ചുകൊണ്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പ്രകൃതി എന്ന് പറയുന്നത് പ്ലാന്റ്സ്, ട്രീസ്, ബേർഡ്സ്, ഇൻസെക്ട്സ് ഇങ്ങനെ എല്ലാം ഒത്തുചേർന്നിട്ടുള്ളതാണ്. എല്ലാവരും ഇൻ്റർഡിപ്പെൻഡൻറ്റും ആണ്. അപ്പോൾ മനുഷ്യന് മാത്രമല്ല, ഈ ഭൂമി എല്ലാവിധ ജീവജാലങ്ങൾക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്ന വരികളാണ് ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ളത്. സോ അങ്ങനെ ഒരു കഥയായിരിക്കാം നമ്മൾ വായിക്കാനും പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. It was a sunny afternoon. The inmates of the bungalow were at their siesta. A cyclist rang his bell at the gate frantically and shouted, "A big cobra has got into your compound. It crossed to my wheel." He pointed to its track under the gate and resumed his journey. Yes, എന്താണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്? അതൊരു ഉച്ച കഴിഞ്ഞ നേരമായിരുന്നു, നല്ല ചൂടുള്ള സമയമായിരുന്നു, സണ്ണി ആഫ്റ്റർനൂൺ. ആൻഡ് ദ ഇൻമേറ്റ്സ് ഓഫ് ദി ബംഗ്ലോ. യെസ്, ബംഗ്ലാവിലെ അന്തേവാസികളൊക്കെ ഉച്ചമയക്കത്തിലായിരുന്നു. സീസ്റ്റ എന്ന് പറഞ്ഞാൽ ലഘുമയക്കം, ലഘുനിദ്ര. അപ്പോൾ ഉച്ചയാണ് സിറ്റുവേഷൻ എന്നതുകൊണ്ട് തന്നെ ഉച്ചമയക്കത്തിലായിരുന്നു അവരുണ്ടായിരുന്നത്. എ സൈക്ലിസ്റ്റ് റാങ് ഹിസ് ബെൽ അറ്റ് ദ ഗേറ്റ് ഫ്രാൻറ്റിക്കലി ആൻഡ് ഷൗട്ടഡ്. യെസ്, ഒരു സൈക്കിൾ ഓടിക്കുന്ന ഒരാൾ സൈക്കിൾ ഓടിച്ചുകൊണ്ട് വന്നിട്ട് അവരുടെ ഗേറ്റിൻ്റെ മുന്നിൽ നിന്നും വല്ലാണ്ട് വെപ്രാളപ്പെട്ട് വല്ലാണ്ട് തിരക്കിട്ട് ഒച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്ത്? എ ബിഗ് കോബ്ര ഹാസ് ഗോട്ട് ഇൻ ടു യുവർ കോമ്പൗണ്ട്. യെസ്, ഒരു വലിയൊരു പാമ്പ്, ഒരു കോബ്ര നിങ്ങളുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇറ്റ് ക്രോസ്ഡ് മൈ വീൽ. യെസ്, എൻ്റെ സൈക്കിളിൻ്റെ വീലൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ പാമ്പ് ഏത് വഴിയാണ് പോയത് എന്നത് കണ്ടത്. ഹി പോയിൻറ്റഡ് ടു ഇറ്റ്സ് ട്രാക്ക് അണ്ടർ ദി ഗേറ്റ്. യെസ്, ഗേറ്റിന് കീഴെ അത് പോയ അടയാളങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് സൈക്കിളുകാരൻ പോയി. The family consisted of the mother and her 4 sons. They were greatly agitated to hear the news. Soon they assembled at the gate. Their old servant Dasa was sleeping in the shed. They shook him out of his sleep and told him about the arrival of the cobra. So ആ ബംഗ്ലാവിൽ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്? ഒരു അമ്മയും 4 ആൺമക്കളുമാണ് ഉണ്ടായിരുന്നത്. They were greatly agitated to hear the news. Yes, അവരത് കേട്ട് ശരിക്കും ഞെട്ടിപ്പോയി. ആ ഒരു ന്യൂസ് കേട്ടിട്ട് എന്താണ്, കോമ്പൗണ്ടിൽ പാമ്പ് കയറിയിരുന്നു. സോ അവരെല്ലാവരും കൂടി ഗേറ്റിൻ്റെ അവിടെ എത്തി. എന്നിട്ട് അവരുടെ ഒരു ഓൾഡ് സെർവൻ്റായ ദാസ, അദ്ദേഹം എവിടെയാണ്? ഷെഡിൽ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത് ഉച്ചയ്ക്ക്. അതുകൊണ്ട് അദ്ദേഹത്തെ പോയി പിടിച്ച് കുലുക്കി എഴുന്നേൽപ്പിച്ചിട്ട് കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു കോബ്ര കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കടന്നിട്ടുണ്ട് എന്നത്.
There isn't any cobra here, he replied and tried to dismiss the matter. Yes, ഇവിടെ കോബ്രയൊന്നുമില്ല, ഇവിടെ പാമ്പൊന്നുമില്ല എന്ന് പറഞ്ഞ് കാര്യം നിസ്സാരവൽക്കരിച്ച് അതങ്ങ് ഒഴിവാക്കിയിട്ട് അദ്ദേഹം പിന്നെയും ഉറങ്ങാൻ തുടങ്ങി. They swore at him and wanted him to be serious. യെസ്, അദ്ദേഹത്തോട് പറഞ്ഞു, ശരിക്കും എന്താ പറഞ്ഞത്, ഉറപ്പാണ് ഇങ്ങനെയൊരു പാമ്പ് കയറിയിട്ടുണ്ട്. സോ അദ്ദേഹത്തോട് കുറച്ചുകൂടി സീരിയസ് ആവാൻ പറഞ്ഞു. The thing is somewhere here. If it is not found before the evening, we will dismiss you. You don't seem to care for the garden. യെസ്, പിന്നെ എന്തുകൂടി പറഞ്ഞു, ഇവിടെ എവിടെയോ ഉണ്ട് ആള്, മീൻസ് പാമ്പ് ഇവിടെ എവിടെയോ ഉണ്ട്, അതുകൊണ്ട് വൈകുന്നേരത്തിന് മുന്നേ പാമ്പിനെ പിടിച്ചിട്ടില്ലെങ്കിൽ വി വിൽ ഡിസ്മിസ് യു, ദാസയെ ഡിസ്മിസ് ചെയ്യൂ എന്ന് പറഞ്ഞു. സോ യു ഡോണ്ട് സീം ടു കെയർ ഫോർ ദി ഗാർഡൻ. പിന്നെ ഷൗട്ടും ചെയ്തു അല്ലേ, വഴക്ക് പറഞ്ഞു, എന്ത് ഗാർഡനൊന്നും മര്യാദക്ക് നോക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് അവർ കാര്യം പറഞ്ഞു. പിന്നെ എന്താ സംഭവിക്കുന്നത്, സം നെയ്ബേഴ്സ് ഡ്രോപ്ഡ് ഇൻ. They looked accusingly at Dasa. You have the laziest servant on the earth, they said. You ought to keep the surroundings tidy. Yes, കുറച്ച് അയൽക്കാരൊക്കെ അവരുടെ നിലവിളിയും എല്ലാം കേട്ടിട്ട് ഓടി വന്ന്, എന്നിട്ട് എന്താണ്, ഒരു കുറ്റവാളിയെ പോലെ ദാസിയോട് പറഞ്ഞു, യു ഹാവ് ദി ലേസിയസ്റ്റ് സെർവൻറ്റ് ഓൺ ദി എർത്ത്. യെസ്, നിങ്ങൾക്ക് ദാസയാണ് ഏറ്റവും കൂടുതൽ ലേസി ആയിട്ടുള്ള, മടി പിടിച്ചിട്ടുള്ള ഒരു സെർവൻറ്റ് ദാസയാണ്. പിന്നെ എന്തുകൂടി പറഞ്ഞു, യു ഓട്ട് ടു കീപ് ദി സറൗണ്ടിങ്സ് ടൈഡി. യെസ്, ഈ ചുറ്റുപാടുകളൊക്കെ വൃത്തിയാക്കാൻ താങ്കൾ നിർബന്ധിതനാണ്, താങ്കൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യമാണ് അത് എന്നാണ് പറയുന്നത്. ഓട്ട് ടു എന്ന് യൂസ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മസ്റ്റായിട്ട് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നതിനാണ്. സോ അപ്പോൾ ദാസ എന്താ റിപ്ലൈ ചെയ്തത്, ഐ ഹാവ് ബീൻ ആസ്കിങ് ഫോർ എ ഗ്രാസ് കട്ടർ ഫോർ മന്ത്സ്, ദാസ സെഡ് ഇൻ വൺ വോയിസ്. ദേ ഓർഡേർഡ് ഹിം ടു മാനേജ് വിത്ത് ദ അവൈലബിൾ തിങ്സ് ആൻഡ് ലേൺ നോട്ട് ടു മേക്ക് ഡിമാൻഡ്സ്. യെസ്, ദാസ ആ സമയത്ത് തിരിച്ചു പറയുന്നു, ഞാൻ എത്രയോ മാസങ്ങളായി പറയുന്നു എനിക്കൊരു ഗ്രാസ് കട്ടർ വാങ്ങിത്ത എന്നത്, അതുകൊണ്ടാണ് ചുറ്റുപാടുകളിലൊക്കെ പുല്ലുകളൊക്കെ മുളച്ചിട്ടുണ്ട്, അപ്പോൾ ഗ്രാസ് കട്ടർ വാങ്ങിത്തരാൻ എത്ര കാലമായി പറയുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാവരും കൂടി തിരിച്ചു പറയുന്നത് എന്താണ്, ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കണം. യു ഷുഡ് മാനേജ് വിത്ത് ദ അവൈലബിൾ തിങ്സ് ആൻഡ് ലേൺ നോട്ട് ടു മേക്ക് ഡിമാൻഡ്സ്. യെസ്, ഡിമാൻഡുകളൊന്നും പറയാതെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് മാനേജ് ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ദാസിയോട് പറഞ്ഞത്. Meanwhile, more neighbors assembled. They began discussing snake menace and the dangers of snake bite. Yes, ആ സമയത്ത് തന്നെ ഒരുപാട് അയൽവാസികളൊക്കെ അവിടെ എത്തിത്തുടങ്ങി. എന്നിട്ട് പാമ്പിനെക്കുറിച്ചുള്ള ഭീഷണിയും പാമ്പ് കടിച്ചാലുള്ള അപകടത്തെ പറ്റിയൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ദേ ബിഗാൻ ഹെൽപ്പിംഗ് ദ നെയ്ബർ ഇൻ എവറി പോസിബിൾ വേ. യെസ്, അവരുടെ അയൽക്കാരെ നല്ല രീതിയിൽ സഹായിക്കാൻ തുടങ്ങി. എങ്ങനെ സഹായിക്കുന്നത്, ദേ ടക്ഡ് അപ്പ് ദെയർ ധോത്തീസ്, സീസ്ഡ് എവറി അവൈലബിൾ നൈഫ് ആൻഡ് ക്രോബാർ ആൻഡ് ബിഗാൻ ടു ഹാക്ക് ദ ഗാർഡൻ. യെസ്, അവർ ധോത്തിയൊക്കെ മടക്കി കെട്ടി, മുണ്ടൊക്കെ മടക്കി കെട്ടിയിട്ട് എല്ലാവരിൽ നിന്നും കത്തികളൊക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ്, സ്നേക്ക് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ക്രീപ്പേഴ്സ്, ബുഷസ് ആൻഡ് ലോൺസ് വെയർ ലേഡ് ഡൗൺ. യെസ്, എല്ലാ ക്രീപ്പേഴ്സും ബുഷസും എല്ലാം അവർ വെട്ടി ഇടാൻ തുടങ്ങി. വാട്ട് കുഡ് നോട്ട് ബി ട്രിംഡ് വാസ് കട്ട് ടു ദ റൂട്ട്. യെസ്, കട്ട് ചെയ്യേണ്ടാത്തതായിട്ടുള്ള മരങ്ങളും എല്ലാം വേര് വരെ കട്ട് ചെയ്തിടാൻ തുടങ്ങി, ഫുൾ ക്ലിയർ ചെയ്യാൻ തുടങ്ങി എന്നാണ് അർത്ഥം. ദ ഇന്നർ വാൾസ് ഓഫ് ദ ഹൗസ് ബ്രൈറ്റൻഡ് വിത്ത് അൺഒബ്സ്ട്രക്റ്റഡ് ഗ്ലെയർ സ്ട്രീക്കിംഗ് ഇൻ. യെസ്, വീടുകളൊക്കെ നന്നായി തിളങ്ങാൻ തുടങ്ങി, കാരണം ഫുൾ ക്ലീൻ ആയില്ലേ. വെൻ ദർ വാസ് നത്തിങ് മോർ ടു ബി ഡൺ, ദാസ ആസ്ക്ഡ് ട്രയംഫൻ്റ്ലി, വെർ ഈസ് ദ സ്നേക്ക്. യെസ്, ഇനിയൊന്നും ചെയ്യാനൊന്നും ബാക്കിയില്ല, എല്ലാം ക്ലീൻ ചെയ്തു, കാടൊക്കെ വെട്ടിത്തെളിച്ചു, മുറിക്കണ്ടാത്ത മരങ്ങൾ വരെ മുറിച്ചു, വേര് വരെ, എന്നിട്ടും സ്നേക്കിനെ കണ്ടില്ല. അപ്പോൾ ദാസ ചോദിച്ചു, വെർ ഈസ് ദ സ്നേക്ക്? An old beggar cried for alms at the gate. They told her that they were busy with a snake hunt. On hearing it, the old woman became happy. You are fortunate. It is God himself who has come to visit you. Don't kill the snake. Mother was in hearty agreement. You are right. I forgot all about the promised Abhishekam. This is the reminder. She gave a coin to the beggar
who promised to send a snake charmer as she went. യെസ്, ഈ ക്ലീനിങ് ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു ഭിക്ഷക്കാരി അവരുടെ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് ദാനത്തിന് വേണ്ടി ചോദിക്കുകയാണ്. ആ സമയത്ത് അവർ പറയാണ് നമ്മളൊരു സ്നേക്ക് ഹണ്ടിലാണുള്ളത്, കാര്യങ്ങളൊക്കെ പറയാണ്. ആരോട്? ഭിക്ഷക്കാരിയോട്. അപ്പോൾ ഭിക്ഷക്കാരി പറയാണ്. ഇത് കേട്ടപ്പോൾ ഭിക്ഷക്കാരിക്ക് ഭയങ്കര സന്തോഷമാവുക ചെയ്തത്. എന്തിനാ? യെസ്, യു ആർ ഫോർച്ചുനേറ്റ്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. എന്തുകൊണ്ട്? ആ വന്നിരിക്കുന്ന സ്നേക്ക് എന്ന് പറയുന്നത് ഗോഡാണ്, ദൈവം വന്നതാണ്, നിങ്ങളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം വന്നതാണ്. സോ ഡോണ്ട് കിൽ ദാറ്റ് സ്നേക്ക്, ആ പാമ്പിനെ ഒരിക്കലും നിങ്ങൾ കൊല്ലാൻ പാടില്ല. മദർ വാസ് ഇൻ ഹാർട്ടി എഗ്രിമെൻറ്റ്. യെസ്, ഇത് കേട്ടപ്പോൾ അമ്മ, സ്പീക്കറുടെ അമ്മ ഭയങ്കരമായിട്ട് അതിനെ എഗ്രി ചെയ്തു. യെസ്, അത് സമ്മതിച്ചു. എന്നിട്ട് എന്താ പറയുന്നത്? യെസ്, യു ആർ റൈറ്റ്. യെസ്, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഐ ഫോർഗോട്ട് ഓൾ അബൌട്ട് ദ പ്രോമിസ്ഡ് അഭിഷേകം. യെസ്, എന്താണ്? ഒരു അഭിഷേകം നടത്താൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ മറന്നുപോയി. യെസ്, നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഒരു വിശ്വാസമുണ്ട്. അത് എല്ലാ ഭാഗത്തും ഇപ്പോഴും ആ ഒരു വിശ്വാസമുണ്ട്. എന്താണ്? പാമ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും നേർച്ചയോ വഴിപാടോ അങ്ങനെ എന്തെങ്കിലും നടത്താൻ നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, തീരുമാനിച്ചിട്ടത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ പാമ്പിനെ കാണും എന്നാണ് വിശ്വാസം. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെയും ഉള്ളത്. അമ്മ അഭിഷേകം നടത്താൻ മറന്നു പോയതുകൊണ്ട് ദൈവം അത് ഓർമ്മിപ്പിക്കാൻ പാമ്പിൻ്റെ രൂപത്തിൽ വന്നതാണ് എന്നാണ് അമ്മ വിശ്വസിച്ചത്. ദിസ് ഈസ് ദ റിമൈൻഡർ. യെസ്, ഷീ ഗേവ് എ കോയിൻ ടു ദ ബെഗർ. യെസ്, അപ്പോൾ ആ ഭിക്ഷക്കാരിക്ക് ഒരു കോയിൻ കൊടുത്തു. ആ ഭിക്ഷക്കാരി എന്തുകൂടി പ്രോമിസ് ചെയ്യുന്നുണ്ട്? ഒരു സ്നേക്ക് ചാമറിനെ പറഞ്ഞു വിടാം. സ്നേക്ക് ചാമർ എന്ന് പറയുന്നത് പാമ്പാട്ടി. യെസ്, presently an old man appeared at the gate and announced himself as the snake charmer. They gathered around him. He spoke to them of his life and activities and his power over snakes. They asked admiringly, "How do you catch them?" Thus he said, pouncing upon an imaginary snake on the ground. Yes, അധികം വൈകാതെ തന്നെ എന്താണ്? ഒരു ഓൾഡ് മാൻ, ഒരു കുറച്ച് വയസ്സായ ഒരാൾ അവരുടെ ഗേറ്റിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു പാമ്പാട്ടിയാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി അദ്ദേഹത്തിൻ്റെ ചുറ്റും നിന്ന് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഹി സ്പോക്ക് ദം ഓഫ് ഹിസ് ലൈഫ് ആൻഡ് ആക്ടിവിറ്റീസ്. യെസ്, നിങ്ങളെങ്ങനെയാണ് പാമ്പിനെ പിടിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പവറിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പാമ്പിനെ പിടിക്കാനുള്ള പവറിനെ കുറിച്ചൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഹൗ ഡു യു ക്യാച്ച് ദം? എങ്ങനെയാണ് നിങ്ങൾ പാമ്പിനെ പിടിക്കുക? അപ്പോൾ ഒരു ഇമാജിനറി സ്നേക്കിൻ്റെ മുകളിൽ ചാടി വീണ് പിടിക്കുന്നത് പോലെ അദ്ദേഹം ഗ്രൗണ്ടിൽ ചാടി വീഴുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പാമ്പിനെ പിടിക്കുന്ന പോലെ ആക്ട് ചെയ്യുന്നു. They pointed at the direction in which the cobra had gone and asked him to go ahead. He looked helplessly and said, "If you show me the snake, I'll catch it at once. Otherwise, what can I do? The moment you see it again, send for me. I live nearby." He gave his name and departed. Yes, ആ സമയത്ത് അവിടെ കൂടിയിരിക്കുന്ന അവരുടെ നെയ്ബേഴ്സ് സ്നേക്ക് പോയ വഴിയൊക്കെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം നിസ്സഹായനായിട്ട് പറയാണ്. എന്താ പറയുന്നത്? നിങ്ങൾ പാമ്പിനെ കാണിച്ചു തന്നാൽ ഞാൻ പിടിക്കാം, അല്ലാതെ പാമ്പ് പോയ വഴിയിലൂടെ പോയിട്ട് എനിക്ക് പിടിക്കാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് പാമ്പിനെ ഇനി കാണുകയാണെങ്കിൽ എന്നെ വിളിക്ക്, ഞാനിവിടെ അടുത്ത് തന്നെയാണ് താമസം എന്നും പറഞ്ഞിട്ട് അദ്ദേഹം പോയി. At 5 in the evening, they threw away their sticks and implements and retired to the veranda to rest. They had turned up every stone in the garden and cut down every grass blade and shrub, so that the tiniest insect coming into the garden should have no cover. Yes, അവരൊരു വൈകുന്നേരം ഒരു 5 മണിയായ സമയത്ത് എല്ലാ ആയുധങ്ങളൊക്കെ മാറ്റിവെച്ച് വരാന്തയിൽ റെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവർക്ക് കാണാൻ പറ്റുമായിരുന്നു ഏതെങ്കിലും ഒരു ഇൻസെക്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ. കാരണം എന്താണ്? അവർ ഓരോ കല്ലും മുള്ളും എല്ലാം അവർ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഗാർഡനിൽ ഒന്നും തന്നെ ബാക്കി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു ചെറിയ പ്രാണി കയറി വന്നാൽ തന്നെ ഒരു ഒളിവും മറവും ഇല്ലാതെ കാണാൻ പറ്റുമായിരുന്നു. They were loudly discussing various measures they would take to protect themselves against reptiles in the future when Dasa appeared before them, carrying a water pot whose mouth was sealed with a slab of stone. Yes, അവരവിടെ ഇരുന്ന് എന്താ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ഇനി ഭാവിയിൽ എന്തെങ്കിലും ഇഴജന്തുക്കളെ
ഇഴജന്തുക്കളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെഷർമെൻറ്റ്സ് ആണ് എടുക്കേണ്ടത് എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ദാസ അപ്പിയർ ചെയ്യുന്നത്. ദാസയുടെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു വാട്ടർ പോട്ട്, യെസ്, ഒരു കുടമുണ്ട്. ആ കുടത്തിൻ്റെ വായ അടച്ചിട്ടാണ് ഉള്ളത്. എന്നിട്ട് എന്താണ്? ഒരു കല്ല് വെച്ചിട്ട് അടച്ചിട്ടുള്ളത്. ഹി പുട്ട് ദ പോട്ട് ഡൗൺ ആൻഡ് സെഡ്, ഐ ഹാവ് കോഡ് ഹിം ഇൻ ദിസ്. ഐ സോ ഹിം പീപ്പിംഗ് ഔട്ട് ഓഫ് ഇറ്റ്. ഐ സോ ഹിം ബിഫോർ ഹി കുഡ് സീ മീ. ഹി എക്സ്പ്ലെയിൻഡ് അറ്റ് ലെങ്ത് ദി സ്ട്രാറ്റജി ഹി ഹാഡ് എംപ്ലോയ്ഡ് ടു ക്യാച്ച് ആൻഡ് സീൽ അപ്പ് ദ സ്നേക്ക് ഇൻ ദ പോട്ട്. യെസ്, ഞാൻ ഈ പാമ്പിനെ പിടിച്ചു എന്നാണ് ദാസ പറയുന്നത്. എങ്ങനെ? ഹി പുട്ട് ദ പോട്ട് ഡൗൺ, യെസ്, ആ പോട്ട് താഴെ വെച്ചു. എന്നിട്ട് പറയുന്നു, ഞാനതിനെ പിടിച്ചു. ഐ സോ ഹിം പീപ്പിംഗ്, യെസ്, അത് ഈ മൺകുടത്തിൻ്റെ ഉള്ളിൽ നിന്നും എത്തി നോക്കുന്നത് ഞാൻ കണ്ടു. അത് എന്നെ കാണുന്നതിന് മുന്നേ ഞാൻ ആ പോട്ട് അടച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൻ എക്സ്പ്ലെയിൻ ചെയ്തു. ദാസ എക്സ്പ്ലെയിൻ ചെയ്തു. എങ്ങനെയാണ് പാമ്പിനെ പിടിച്ചത് എന്നതൊക്കെ ഭയങ്കര ലെങ്തായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. ദേ സ്റ്റുഡ് അറ്റ് എ സേഫ് ഡിസ്റ്റൻസ് ആൻഡ് ഗേസ് ഡൗൺ ദി പോട്ട്. യെസ്, നെയ്ബേഴ്സൊക്കെ ഒരു ഡിസ്റ്റൻസ് വെച്ച് മാറി നിന്നിട്ട് ആ പോട്ടിലേക്ക് തന്നെ നോക്കി. ദാസ ഹാഡ് ദി ഗ്ലോ ഓഫ് എ ചാമ്പ്യൻ ഓൺ ഹിസ് ഫേസ്. യെസ്, ദാസയുടെ മുഖത്ത് ആ ഒരു ഒരു ചാമ്പ്യൻ ആയതിൻ്റെ എല്ലാവിധ ഒരു പ്രസരിപ്പും അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു. ഡോണ്ട് കോൾ മീ എ നൈറ്റ്ലർ ഹിയർ ആഫ്റ്റർ, ഹി സെഡ്. മദർ കോംപ്ലിമെൻറ്റഡ് ഹിം ഓൺ ഹിസ് ഷാർപ്നെസ് ആൻഡ് വിഷ്ഡ് ഷീ ഹാഡ് പ്ലേസ്ഡ് സം മിൽക്ക് ഓൺ ദി പോട്ട് ആസ് എ സോർട്ട് ഓഫ് റിലീജിയസ് ഡ്യൂട്ടി. യെസ്, അപ്പോൾ ദാസ പറയുന്നത് എന്താണ്? ഇനിയും എന്നെ മടിയൻ എന്നൊന്നും വിളിക്കരുത്, ഞാൻ ഈ പാമ്പിനെ പിടിച്ചു, അല്ലേ? അപ്പോൾ അമ്മയ്ക്ക് എന്താ തോന്നിയത്? അമ്മയ്ക്ക് ഭയങ്കരമായിട്ടൊരു അഭിമാനം തോന്നി, അല്ലേ? എന്നിട്ട് അമ്മയ്ക്ക് ഒരു പാലഭിഷേകം നടത്താൻ തോന്നി ആ ഒരു സമയത്ത്. ഹി പിക്ഡ് അപ്പ് ദ പോട്ട് കോഷ്യസ്ലി ആൻഡ് വാക്ക്ഡ് ഓഫ് സേയിങ് ദാറ്റ് ഹി വുഡ് ലീവ് ദ പോട്ട് ആൻഡ് ഇറ്റ്സ് കണ്ടൻസ് വിത്ത് ദ സ്നേക്ക് ചാമർ ലിവിങ് നിയർ ബൈ. യെസ്, നേരത്തെ ഒരു പാമ്പാട്ടി വന്നിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ ആ പാമ്പാട്ടിയുടെ അടുത്തേക്ക് ഇത് കൊണ്ടുപോയി വെക്കാം എന്ന ഉദ്ദേശത്തോടെ ദാസ നടന്ന് അകലുകയാണ്. ഹി ബിക്കെയിം ദ ഹീറോ ഓഫ് ദി ഡേ. ദേ വാച്ച്ഡ് ഹിം ഇൻ ഗ്രേറ്റ് അഡ്മിറേഷൻ ആൻഡ് ഡിസൈഡഡ് ടു റിവാർഡ് ഹിം അഡിക്വേറ്റ്ലി. യെസ്, അപ്പോൾ അയൽവാസികൾക്കൊക്കെ സന്തോഷമായി. എന്നിട്ട് അദ്ദേഹത്തിന് നല്ല ഒരു റിവാർഡ് കൊടുക്കാൻ അവർ തീരുമാനിച്ചു. ഇറ്റ് വാസ് 5 minutes സിൻസ് ദാസ ഹാഡ് ഗോൺ വെൻ ദ യങ്ങസ്റ്റ് സൺ ക്രൈഡ്. യെസ്, ആ ദാസ നടന്ന് കുറച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരുടെ ആ 4 മക്കളിൽ ഏറ്റവും അവസാനത്തെ ആൾ കരയാൻ തുടങ്ങി. സീ ദെയർ ഔട്ട് ഓഫ് എ ഹോൾ ഇൻ ദ കോമ്പൗണ്ട് വാൾ എ കോബ്ര എമേഴ്സ്ഡ്. യെസ്, ആ കോമ്പൗണ്ടിൽ ഒരു കോബ്ര നിൽക്കുന്നതായിട്ട് ഈ ആൺകുട്ടി കണ്ട് കരഞ്ഞു. ഇറ്റ് ഗ്ലൈഡഡ് എലോങ് ടുവേർഡ്സ് ദ ഗേറ്റ്, പോസ്ഡ് ഫോർ എ മൊമെൻറ്റ് ടു ലുക്ക് അറ്റ് ദ ഗാദറിംഗ് ഇൻ ദ വരാന്ത വിത്ത് ഇറ്റ്സ് ഹൂഡ് ഹാഫ് റേസ്ഡ്. യെസ്, ആ കോബ്ര എഴഞ്ഞു നീങ്ങി ഗേറ്റിലേക്ക്. ഒരു നിമിഷം നിന്നു. എന്തിന്? ഈ കോബ്രയെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് നിന്നിട്ടില്ല. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പത്തി ഉയർത്തി ഒന്ന് നോക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ഇറ്റ് ക്രോൾഡ് അണ്ടർ ദ ഗേറ്റ് ആൻഡ് ഡിസപ്പിയർഡ് എലോങ് എ ഡ്രെയിൻ. യെസ്, അത് എഴഞ്ഞ് നീങ്ങാൻ തുടങ്ങി. എന്നിട്ടൊരു ഡ്രെയിനേജിൽ കൂടി പോയി. When they recovered from the shock, they asked, does it mean there are 2 snakes here? യെസ്, ഈ ഒരു സമയത്ത് അവർ ഭയങ്കര ഷോക്കായിപ്പോയി, അല്ലേ? പെട്ടെന്നൊരു പാമ്പിനെ കണ്ടപ്പോൾ. അപ്പോൾ ഷോക്കിൽ നിന്നും റിലീവായ സമയത്ത് ഫസ്റ്റ് അവർ ചോദിച്ചത്, അപ്പോൾ ഇവിടെ 2 പാമ്പുണ്ടായിരുന്നോ എന്നായിരുന്നു പിന്നെ അവരുടെ സംശയം. ദി കോളേജ് ബോയ് murmured, I wish I had taken the risk and knocked the water pot from Dasa's hand. We might have known what it contained. യെസ്, അപ്പോൾ ആ സമയത്ത് ഒരു കോളേജ് ബോയ്, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ദാസയുടെ കയ്യിൽ നിന്നും ആ പോട്ട് വാങ്ങിയിട്ട് അതിനുള്ളിൽ എന്താ ഉള്ളത് എന്ന് നോക്കാനുള്ള റിസ്ക് ഞാൻ ഏറ്റെടുക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്താ അതിൽ ഉള്ളത് എന്ന്. അപ്പോൾ ഇതാണ് കഥ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാസയുടെ കയ്യിലുള്ള പോട്ടിൽ സ്നേക്ക് ഉണ്ടായിരുന്നോ? ഇല്ല. ജോലി പോകും എന്ന് ഉറപ്പായ സമയത്ത് ദാസ കാണിച്ചൊരു ട്രിക്കായിരുന്നു, അല്ലേ? പോട്ടിൽ സ്നേക്ക് ഉണ്ടായിരുന്നു, എന്നിട്ട് അതിനെ പാമ്പാട്ടിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുക എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും കഥ ഇഷ്ടമായില്ലേ? അപ്പോൾ ഈ കഥ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഇൻഫോർമേറ്റീവ് and if you find this video apt for your chapter,
So please like and share with your friends and relatives, and if you didn't subscribe yet, please subscribe my channel. Thank you, and we'll meet soon with another chapter. Thank you.